ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ 65 ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ സാൾട്ടാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 3/4 സ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂണ്, അല്ലെങ്കിൽ ഇതിലേക്ക് 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് 1.5 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1.5 സ്പൂണ് അരിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ 65 ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിവിടെ കടായിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ 65 ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.